എപ്പോഴും സഞ്ജയന്റെ മുഖം ചിരിച്ച് ഒരു ആഹ്ലാദത്തോടുകൂടിയുള്ള ഒരു സന്തോഷത്തോടുള്ള മുഖമാണ്. നാളെ ഒരു ഉച്ചയൊക്കെ സമയമൊക്കെ ആകുമ്പോഴും ഈ ചിരിമുഖത്ത് കാണും. അതൊരു സംശയവും വേണ്ട. എന്തായാലും പരാജയം എന്നൊന്നില്ല എന്നാണ് സെക്രട്ടറിയും ഞാനും സംസാരിച്ചപ്പോഴും. ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. അത് ആശങ്കയുമില്ല. കണക്കുകളൊക്കെ വളരെ ഭദ്രമാണ്, കൃത്യമാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു സാധ്യത നമുക്ക് മുന്നിലേക്ക് വരും. അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ രണ്ടാമത്തെ റൗണ്ട്, ഞാൻ പറയുന്നു അതിനിർണായകമായ 2 റൗണ്ടുകളുണ്ട്. ആദ്യത്തെ 5 റൗണ്ടിൽ 4ഉം 5ഉമാണ്. അത് പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുനിസിപ്പാലിറ്റി എണ്ണി കഴിയുമ്പോൾ BJP ലീഡ് ചെയ്യും, തർക്കമില്ല. 4000 വോട്ടിനെന്നാണ് വിശ്വസിക്കുന്നത്. BJPയുടെ തൊട്ടുപുറകിൽ LDF ആയിരിക്കും. ഇനി ഒന്നുകൂടി പറയുന്നു, അവിടെ ഒരു 1000 1500 വ്യത്യാസത്തിൽ UDFന്റെ പുറകിൽ പോയാൽ പോലും ഇത് മറികടന്ന് 13ാമത്തെ റൗണ്ടും കഴിഞ്ഞ് 14ാമത്തെ റൗണ്ടിൽ 179 180 2 മെഷീനുകളുണ്ട്. മിനിമം ആ 2 മെഷീനുകളിലെ ലീഡിൽ LDF വിജയിക്കും. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. കൗതുക ലേശം കൂടുതലാണ്. ഒരു പാട്ട് കേട്ടോ? പാട്ടോ? ഒപ്പിട സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു. നീയാണോ പാടിയത്? ചെറിയ മൂട് വരുമ്പോ പ്രതീക്ഷിക്കുന്നത് ജയിക്കാനുള്ള ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടുമ്പോ എല്ലാവരും ചിരിക്കാം. പാട്ട് പാടോ? നീ പാട്ട് പാടറിയാം. അതിനത് ചിരിക്കണത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷാഫിക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടുമ്പോ എല്ലാവരും ചിരിക്കാം. ഏത് പാട്ടാ പാടാ? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? ഇതൊന്ന് കാസ്റ്റ് മലയാളം മതി. പാടാം. കല്ലെറിയല്ലേ എന്നെ, കല്ലെറിയല്ലേ. கொஞ்சம் அங்கே பாரு கண்ணா.